വേളം ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൻ്റെ ഉദ്ഭവം. വേളം ഗ്രാമത്തിലെ രാജരാജേശ്വര ക്ഷേത്രത്തിൻ്റെ കഥ. This video sponsored by BuyMote shopping app. BuyMote e-shopping application is one of the online shopping app. മഹാഗണപതിക്ക് പ്രത്യേകതകൾ നൽകുന്നത് പ്രസിദ്ധമാണ്. തുടക്കത്തിൽ വേളത്തെ ക്ഷേത്രം ശിവക്ഷേത്രം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. നിലവിൽ വൈദ്യനാഥ ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. ക്ഷേത്രാചാരങ്ങളും തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രവും സംബന്ധിച്ച് വേളത്തെ ബ്രാഹ്മണരും പെരിഞ്ചല്ലൂർ സ്വദേശികളും തമ്മിൽ സംഘർഷമുണ്ടായി. ഒരു ദിവസം തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ വേളം ബ്രാഹ്മണർ ദർശനം നടത്തിയപ്പോൾ ക്ഷേത്ര ഭാരവാഹികളോട് അനാദരവ് ഏറ്റുവാങ്ങി. തളിപ്പറമ്പിലേക്ക് പോകാതെ രാജരാജേശ്വരനെ ആരാധിക്കണമെന്ന ആഗ്രഹത്തിൽ അസ്വസ്ഥരായ വേളം ബ്രാഹ്മണർ തളിപ്പറമ്പ് ക്ഷേത്രത്തിൻ്റെ മാതൃകയിൽ തങ്ങളുടെ ഗ്രാമത്തിൽ പുതിയ ക്ഷേത്രം പണിയാൻ തീരുമാനിച്ചു. മെത്രാഭിഷേക ചടങ്ങുകൾക്കായി തരണനെല്ലൂരിൽ നിന്നുള്ള വിദഗ്ധരായ കരകൗശല വിദഗ്ധരുടെ വൈദഗ്ധ്യം അവർ തേടി. തളിപ്പറമ്പ് ക്ഷേത്രത്തിൻ്റെ അതൃപ്തിയും വേളത്തെ ബ്രാഹ്മണർക്കിടയിലെ ആഭ്യന്തര അഭിപ്രായ വ്യത്യാസവും കാരണം പ്രതിഷ്ഠാകർമ്മം വെല്ലുവിളികൾ നേരിട്ടു. ചില ബ്രാഹ്മണർ തരണനെല്ലൂർ തന്ത്രികൾക്ക് എതിരായ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ചത് രാജരാജേശ്വര പ്രതിഷ്ഠയ്ക്ക് തടസ്സമായി. അന്യായമായി പെരുമാറിയെന്ന് തോന്നിയ തരണനെല്ലൂർ തന്ത്രികൾ മഹാഗണപതിയുടെ പ്രാധാന്യം ഉയർത്താൻ ഉദ്ദേശിച്ച് പുതിയ ക്ഷേത്രത്തിൻ്റെ തെക്ക് ഇടനാഴിയിൽ ഒരു ഗണപതി വിഗ്രഹം സ്ഥാപിക്കുകയും അവിടെ പൂജകൾ നടത്തുകയും ചെയ്തു. തൽഫലമായി ക്ഷേത്രത്തിൽ ഗണപതിക്ക് പ്രാധാന്യം ലഭിച്ചു. അത് പിന്നീട് വേളം ശ്രീ മഹാഗണപതി ക്ഷേത്രം എന്നറിയപ്പെട്ടു. കണ്ണൂരിൽ നിന്ന് 20 കിലോമീറ്റർ അകലെ മയ്യിലാണ് വേളം ശ്രീ മഹാഗണപതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പ്രധാന പ്രതിഷ്ഠ ശിവനാണെങ്കിലും ഈ ക്ഷേത്രം അതിൻ്റെ ഉപദേവനായ ഗണപതിക്ക് പ്രസിദ്ധമാണ്. ക്ഷേത്രത്തിനടുത്തായി ഭക്തർ പ്രവേശിക്കുന്നതിനു മുൻപ് മുഖവും കയ്യും കാലും കഴുകുന്ന ഒരു വിശുദ്ധ കുളമുണ്ട്. ചെറുമീനുകളുടെ ആവാസ കേന്ദ്രമാണ് കുളം. ക്ഷേത്രാങ്കണത്തിനുള്ളിൽ ശിവന് സമർപ്പിച്ചിരിക്കുന്ന 2 ശ്രീകോവിലുകൾ ഉണ്ട്. ഗണപതി, ദക്ഷിണമൂർത്തി, പാർവതി തുടങ്ങിയ ഉപദേവതകൾക്കുള്ള ബലിപീഠങ്ങൾ ഉൾക്കൊള്ളുന്ന വലിയ ശ്രീകോവിൽ രാജരാജേശ്വരനായി ശിവനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. രണ്ടായിരം വർഷം പഴക്കമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ചെറിയ ശ്രീകോവിൽ വൈദ്യനാഥനായി ശിവനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. വലിയ ശ്രീകോവിലിന് ഏകദേശം 1000 വർഷത്തോളം പഴക്കമുണ്ട്. ടിപ്പു സുൽത്താന്റെ സൈന്യം ക്ഷേത്രം നശിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ക്ഷേത്രത്തിന്റെ ഭൂരിഭാഗവും അതിജീവിച്ചു.
സ്വർണ്ണക്കൊമ്പ്, വെള്ളിക്കൊമ്പ്, ശർക്കര പായസം, നെയ്പായസം എന്നിവയാണ് ഗണപതിയുടെ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ. ശിവന് നെയ്വിളക്കായി വഴിപാട്. ക്ഷേത്രത്തിനടുത്തായി ശ്രീകൃഷ്ണന്റെ ഒരു ശ്രീകോവിലുമുണ്ട്. തുളസിമാലയും നെയ്വിളക്കും അടങ്ങിയതാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ വഴിപാടുകൾ.